ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് ഒരു റീൽ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് ഞങ്ങളുടെ തോട്ടത്തിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം തോട്ടത്തിൽ കൂടെ പോയാലേ ഞങ്ങൾക്ക് അവിടോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പോവുകയാണെങ്കിൽ നല്ല കുത്തനെയുള്ള ഏറ്റായിരിക്കും. ഞങ്ങൾ തോട്ടത്തിൽ കൂടെ പോവാണ്. അപ്പോൾ അച്ചാമ്മയ്ക്ക് ഒട്ടുകറി എടുക്കണം, ഞങ്ങൾക്ക് റീലും എടുക്കണം. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പെയ്യെ കയറി പോകാൻ തുടങ്ങി. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അമ്മയെക്കൊണ്ട് വെച്ചിട്ട് കഷ്ടപ്പാടായിരുന്നു, കുഴപ്പമില്ല. ഞങ്ങൾ പെയ്യെ കയറി അങ്ങ് പോയി. അങ്ങനെ അവിടെ എത്തി കേട്ടോ. അങ്ങനെയാണ് ആ നിൽക്കുന്നത്. കുറേ മലകളും മരങ്ങളും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ അച്ഛമ്മടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അച്ഛമ്മേ ഈ മലകളൊക്കെ ഇനി അങ്ങോട്ട് കാടല്ലേ, അവിടെ പുലിയുണ്ട് ആനയൊക്കെ ഇല്ലേ അച്ഛാമ്മേന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. കുഞ്ഞായിരുന്നപ്പം ചോദിക്കുമായിരുന്നു, ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് പെയ്യെ കയറി പോകാൻ തുടങ്ങി. എനിക്ക് പേടിയുണ്ട്, ചറുക്കി വല്ലതും വീണ് പോകുമോ എന്ന്. അപ്പോൾ ഞങ്ങൾ പെയ്യെ കയറി ഞങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരോളം വന്നിട്ട് മുള്ള് കൊള്ളുന്നോ എന്നൊക്കെ നോക്കിയതാണ്, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോഴാണ് നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് വന്നത്. അപ്പം ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ എൻ്റെ വല്യച്ഛൻ വളർത്തുന്ന പട്ടിക്കുട്ടികളാണ് കേട്ടോ. രണ്ടും നല്ല രസമാണ്. ഇതിനാണ് കൂടുതൽ സ്നേഹം, ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇതിന്. അപ്പം ഇതിൽ ഒരു സിനിമയ്ക്കകത്ത് സിംഹം വന്ന് നിൽക്കുന്ന കണക്ക്, അതാണ് എനിക്ക് തോന്നിയത്. ഇവൻ വന്ന് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു രാജാവ് വന്ന് നിൽക്കുന്നതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അതാണ് ഞാൻ ഈ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നത്. മറ്റവൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിരിക്കുന്നു, അവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ അത് ഇച്ചിരി ഭയങ്കര ഇതായിട്ടുള്ള ആളാണ്, കയറി പെട്ടെന്ന് അങ്ങ് പോവും. ഞങ്ങൾ റീലൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കുറേ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, തിരിഞ്ഞ് നിന്നെടുക്കാം, അങ്ങനെ നിന്നെടുക്കാം, ഇങ്ങനെ നിന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിളക്കെത്തിക്കാൻ സമയമായി. പിന്നെ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പെയ്യെ അച്ചാമ്മയ്ക്ക് ഒട്ടുകറയും പിന്നെ വിറകും ഒക്കെ എടുക്കണമായിരുന്നു കേട്ടോ. ഞാനങ്ങ് ഓടി അങ്ങ് പോയി.